ഹായ് ഗെയ്സ്, എല്ലാവർക്കും അബീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മെയ്ദിനാശംസകൾ. മെയ്ദിനം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ. അപ്പം ഇന്നും ഒരു ട്രാൻസ്പെറൻറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് മേക്കിംഗ് വീഡിയോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, ഗ്ലിസറിൻ, TEA, സ്റ്റീറിക് ആസിഡ്, വെളിച്ചെണ്ണ. ഈ ഐറ്റംസ്. പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കണത് ലോറൽ ഗ്ലൂക്കോസൈഡാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടി സ്വല്പം സമയമെടുക്കും. ആകെ ഒരു 30 മിനിറ്റേ വേണ്ടുള്ളൂ. മെൽറ്റായി വരാൻ 15 മിനിറ്റും. സോപ്പ് ട്രേയിലേക്ക് ഒഴിച്ച് അതാവാനൊരു ഡ്രൈ ആവാനൊരു 15 മിനിറ്റ്. അങ്ങനെ ആകെ 30 മിനിറ്റേ വേണ്ടുള്ളൂ. അത് ടെമ്പറേച്ചർ അനുസരിച്ച് ഇരിക്കും കേട്ടോ സോപ്പ് ഡ്രൈ ആവണത്. റൂം ടെമ്പറേച്ചർ എങ്ങനെയാണോ അങ്ങനെയാണ് സോപ്പ് ആയി വരിക, അതായത് ഡ്രൈ ആയി വരിക. ചിലപ്പോൾ നല്ല തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ സോപ്പ് ബേസ് മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പഞ്ചസാര ലായനി അടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ, ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് വെളിച്ചെണ്ണയിൽ, പ്യുവർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയി കിട്ടണമെങ്കിൽ പഞ്ചസാരയും വെളിച്ചെണ്ണയും നന്നായിരിക്കണം കേട്ടോ. ഇത് രണ്ടും പ്രശ്നക്കാരാണെങ്കിൽ സോപ്പ് ബേസ് നമ്മൾ ഈ വിചാരിക്കണം ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര ലായനിയാണ്. പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അതിന് കളർ ചേഞ്ച് വരും. കാരണം കഞ്ഞിവെള്ളം കുറുകിയ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും. അത് കാരണക്കാരൻ എന്താണെങ്കിൽ ലോറൽ ഗ്ലൂക്കോസൈഡ് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഡെസൽ ഗ്ലൂക്കോസൈഡാണ് ചേർക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ ലോറയിലാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക, കുറേ സമയം എടുക്കും അതൊന്ന് ക്ലിയറായി കിട്ടാൻ. ഇപ്പോൾ കാണുമ്പോൾ കഞ്ഞിവെള്ളം പോലെ ഇരിക്കണില്ലേ, അപ്പോൾ അത് ലോറൽ ഗ്ലൂക്കോസൈഡാണ് ചേർത്തേക്കണത്. അപ്പോൾ നമ്മൾ വാങ്ങണ സോപ്പ് ബേസ്, പുറത്തുനിന്ന് വാങ്ങണ ആ സോപ്പ് ബേസിൽ ലോറയിലാണോ ഡെസൈലാണോ SLS ആണോ SLES ആണോ ഒന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ സൾഫേറ്റ് ഫ്രീ സോപ്പ് ബേസ് എന്ന് പറഞ്ഞ് വാങ്ങണത് ഒരിക്കലും സൾഫേറ്റ് ഫ്രീ സോപ്പ് ബേസ് അല്ല. കാരണം അവർ ആഡ് ചെയ്തേക്കണം എന്തായാലും ഡെസൈലും ലോറയിലും ഒക്കെ ഭയങ്കര വിലയുള്ള കെമിക്കലുകളാണ്. അതായത് പത വരാനുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ പക്ഷേ SLS എന്ന് പറയുമ്പോൾ SLES ഒക്കെ വളരെ കെമിക്കലാണ്. അത് വളരെ തുച്ഛമായ വിലയാണുള്ളത്. അപ്പോൾ അതിലവർ ആഡ് ചെയ്തേക്കണ ഏതാണെന്ന് നമുക്കറിയില്ല. CAPB ആഡ് ചെയ്യാം, CMEA ആഡ് ചെയ്യാം, അങ്ങനെ കുറേ ഐറ്റംസ് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ SLS ആണ് മിക്കവാറും സോപ്പ് ബേസിൽ SLS ആവും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ പദം നമുക്ക് വ്യത്യാസമായിട്ട് അറിയാം. കാരണം നമുക്ക് SLSൻ്റെയും ലോറയിലാണോ ഡെസൈലാണോ CAPB ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സോപ്പിൻ്റെ പതയിൽ നമുക്ക് അറിയാൻ പറ്റും. SLS ഒക്കെ ഭയങ്കര ഡാർക്ക്, മറ്റേ എന്താ പറയുക, ഡ്രൈ ആയി പോവും, സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോവും SLS ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ പതയ്ക്ക് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ട്രാൻസ്പെറൻ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രാൻസ്പെറൻ്റായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ലൈസ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. ലൈസ് സൊല്യൂഷൻ നിങ്ങൾക്ക് മുൻകൂട്ടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. നിങ്ങൾ ഒരു സോപ്പ് മേക്കറാണെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് സോപ്പ് ഉണ്ടാക്കണ വെളിച്ചെണ്ണയിലോ അതേപോലെ തന്നെ നിങ്ങളൊരു സോപ്പ് മേക്കറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈസ് സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കാം. അതായത് 5 വർഷം വരെ ലൈസ് സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ നമ്മുടെ അതിൽ SLS എല്ലാം ചേർത്തേക്കുന്നത് ഡെസൈലാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ പത കണ്ടില്ലേ, നമുക്ക് ഒരുപാട് വ്യത്യാസമായിരിക്കും അതിൻ്റെ പത. അപ്പോൾ ലൈസ് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാസ്റ്റിക് സോഡ ലായനി അപ്പോഴേക്കപ്പം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 5 വർഷം വരെ കാസ്റ്റിക് സോഡ ലായനി ലൈസ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, ദൂരെ കളയണം, ഒഴിച്ചു കളയണം എന്നൊക്കെ പറയണത് പമ്പര വിഡ്ഢിത്തരാണ്. അത് ഒഴിച്ചു കളയേണ്ട യാതൊരു ആവശ്യമില്ല. ലൈഫ് സൊല്യൂഷൻ നമുക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ സൂക്ഷിക്കാൻ, കൂളിംഗ് ഇതുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും. അത് ഉപയോഗിക്കണോണ്ടും യാതൊരു പ്രശ്നവുമില്ല. അതിൻ്റെ ആ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കണതിൽ
നമുക്ക് എന്താ വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളെടുക്കണ വെളിച്ചെണ്ണയുടെ അനുപാതം എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കണ്ടില്ലേ സൈഡിൽ ബക്കറ്റിലിരിക്കുന്നത് എൻ്റെ ലൈവ് സൊല്യൂഷനാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ലൈവ് സൊല്യൂഷൻ. കാരണം എപ്പോഴെപ്പോഴും ഞാനിങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴെപ്പോഴും ഇതിങ്ങനെ വെള്ളത്തിൽ എനിക്ക് കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചുമ വരും അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്ന് എടുത്താൽ മതിയല്ലോ. അപ്പം നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല പഞ്ചസാര വാങ്ങാൻ ശ്രദ്ധിക്കണം. നല്ല പഞ്ചസാര അല്ലെങ്കിൽ ഇതങ്ങനെ വേറെ കളറായി പോകും. യെല്ലോ ഷെയ്ഡിലേക്ക് വേറൊരു വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് പഞ്ചസാരയും വെളിച്ചെണ്ണയും നമുക്ക് കൃത്യമായ നല്ല പഞ്ചസാരയല്ല നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇത് പോയിട്ട് ഓൾറെഡി യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. ഇങ്ങനെ കിട്ടില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയാലും പഞ്ചസാര ആയാലും പഞ്ചസാരയൊക്കെ നല്ല വൈറ്റായിട്ടുള്ള പഞ്ചസാര ഇല്ലേ അതന്നെ നോക്കി വാങ്ങണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് സോപ്പ് ബേസ് കിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ ഞാൻ എന്താണെന്നറിയോ ചെയ്യണത്, ഇതിപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സോപ്പിൻ്റെ മോൾഡിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സോപ്പിൻ്റെ ഈ ഒരു എന്താ പറയുക ഒഴിച്ച് വെച്ചിട്ട് മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട്, അതായത് ഒരു 1.5 kgയുടെ ഒരു സിലിക്കൺ മോൾഡ് ഉണ്ട്, അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ബേസ് മാത്രമായിട്ട് ഞാൻ എടുക്കണ ഒരു വീഡിയോ ഞാൻ ഇനി ഇടാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഇത് ഇനി എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യുക. ഇനി ഈ സ്റ്റേജിലാണ് ജ്യൂസ് ആഡ് ചെയ്യുക, ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജിൽ ജ്യൂസ് ആഡ് ചെയ്യേണ്ട ഫ്രാഗ്രൻസ് ആഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഓൾറെഡി ഒരു ട്രെയിൽ ഒഴിച്ച് വെച്ച് ബേസ് ആക്കാം. കണ്ടില്ലേ, ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കോൾഡ് പ്രോസസ്സിങ് സോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനെ എന്താ ഇതിനെ പറയുക, ചീകി എടുത്തുള്ളത്, അതിനെന്തെന്നാ പറയുമല്ലോ, ക്രഷ് ചെയ്തെടുക്കുക അല്ലേ, അല്ല ക്രഷ് ചെയ്തെടുക്കുക എന്നാണോ പറയുക, എനിക്കറിയില്ല. അതിൻ്റെ ഒരു വേർഡ് എന്താണെന്ന് എനിക്ക് കിട്ടണില്ല. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ചീകി വെച്ചിട്ടുണ്ട്. മിക്സറൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ല, അതുപോലെ ഞാൻ ഇതാക്കി വെച്ചത് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ റബ്ബിങ് ആൽക്കോൾ, ഈ പത വന്നാൽ റബ്ബിങ് ആൽക്കോൾ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എനിക്കതിൻ്റെ ബാണം ഭയങ്കര അലർജിയാണ്, അത് കാരണം കൊണ്ട് പരമാവധി റബ്ബിങ് ആൽക്കോൾ അടിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് മാറ്റാനും പറ്റില്ല, കാരണം ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ പല വിധത്തിൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് പല രീതിയിൽ സോപ്പ് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.